പത്തനാപുരത്ത് കെ.ബി. ഗണേഷ് കുമാറിന് ഉണ്ടായത് മാരകമായിട്ടുള്ള തോൽവിയാണ്. അർഹിച്ച തോൽവിയല്ലേ എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തത് എന്തൊക്കെയായിരിക്കാം അതിന്റെ കാരണങ്ങൾ? ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യനെ നേരിടേണ്ടി വരുന്ന തോൽവിയാണ് ഗണേഷ് കുമാറിനെ ഗണേഷ് കുമാർ എന്ന പേര്, ഗണേഷ് കുമാറിൻ്റെ പാരമ്പര്യം ഇതെല്ലാം വെച്ചുകൊണ്ട് ഗണേഷ് കുമാർ ഒരു വ്യാജ വേഷം കെട്ടി അഭിനയിച്ചതിൻ്റെ ഫലമാണ്, പരിണത ഫലമാണ് ഗണേഷ് കുമാറിന് ഇത്ര വലിയ ഒരു അപജയം ഇല്ലെങ്കിൽ ഒരു തോൽവി ഉണ്ടാവാനുള്ള കാരണം എന്നുള്ളതാണ്. ഗണേഷ് കുമാറിൻ്റെ വിവാദങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമല്ലോ. പ്രധാനമായിട്ടും ഉണ്ടായിട്ടുള്ളത് സ്ത്രീ വിഷയം. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഉം. ആദ്യ ഭാര്യയും ഇപ്പോഴത്തെ ഭാര്യയും രണ്ട് അതെ. വിവാദങ്ങൾ കോംപ്രമൈസ് ആക്കുന്നു, പാർട്ടി ഇടപെടുന്നു, പിണറായി ഇടപെടുന്നു, ഇങ്ങനെയൊക്കെയാണല്ലോ സെറ്റിൽ ഈ ചെയ്യുന്നത്. ഭാര്യമാരുടെ കാര്യമായതുകൊണ്ട് ഞാൻ മുന്നേ കൂട്ടി ഒരു കാര്യം പറയാം. ഭാര്യമാര് തമ്മിൽ കോംപ്രമൈസ് ചെയ്തെങ്കിലും അത് ക്ഷമിക്കാവതല്ല. അതെ, അതായത് 5000 കാമുകിമാരോ എത്രയായിരുന്നു? 5000 കാമുകിമാരെ മറ്റോ ആണ് ഉണ്ടെന്ന് പറയുന്നത്. അത് 5000 പക്ഷേ പ്രണയം ഉണ്ടെന്നല്ലേ? പ്രണയമുണ്ട്. അതൊക്കെ പറയുമ്പോഴും അത് ഒരു മെനകെട്ട, അങ്ങനത്തെ നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെനകെട്ട സ്റ്റേറ്റ്മെന്റ് ആയിപ്പോയി. കാരണം ഈ സ്ത്രീ വിഷയമായതുകൊണ്ടാണ് എനിക്ക് കുറച്ച് ദേഷ്യം കൂടിയുണ്ട്. ഈ അതെ. നമ്മൾ ചിരിച്ചുകൊണ്ട് പറയുന്നു എന്ന് പറയുമ്പോഴും അതൊരു ശരിയായ രീതിയല്ല. ആദ്യത്തെ ഭാര്യയെക്കുറിച്ച് ആ ഭാര്യ പറഞ്ഞിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, അത് ആരാണ് ഒത്തുതീർപ്പ് ആക്കിയത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം രണ്ടാം ഭാര്യയിലേക്ക് വരുന്നു. രണ്ടാം ഭാര്യയും മറ്റൊരു ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണ് എന്നുള്ള കാര്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ അവര് കാണരുതാത്ത സാഹചര്യത്തിൽ തന്റെ ഭർത്താവിനെ കണ്ടു എന്ന് പറയുന്നു. അപ്പോൾ ഈ രണ്ട് ഭാര്യമാരുടെയും വിഷയങ്ങൾ വരുമ്പോഴും വളരെ പുച്ഛത്തോടുകൂടി ഹൂ കെയേഴ്സ് എന്ന് പറയുന്ന മനോഭാവത്തോട് കൂടിയിട്ടാണ് ഗണേഷ് കുമാർ പറയുന്നത് എനിക്ക് ഇത്രയും പ്രണയമൊക്കെ ഉണ്ട്, അതിനെന്താ അത് സ്വാഭാവികമല്ലേ എന്നുള്ളതാണ്. ആ സ്വാഭാവികമല്ലേ എന്നുള്ള പുച്ഛത്തോടു കൂടിയുള്ള ചോദ്യത്തിന് ഒരുപക്ഷെ സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള കേരളത്തിൽ ആ സ്ത്രീ വോട്ടർമാരുടെ വോട്ട് കൂടുതൽ മാറിപ്പോയിട്ടുണ്ട് എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. അതെ, പ്രതിച്ഛായ ഭംഗം വലിയ തോതിൽ ഗണേഷ് കുമാറിനെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷേ ഞാൻ അതിൽ കൂടുതൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായ വോട്ട് വിഹിതത്തിൻ്റെ വ്യത്യാസമാണ്. ഉം. അതായത് ഗണേഷ് കുമാറിന് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് 59,965 വോട്ടാണ്. ഉം. ആഹ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68,275 വോട്ടാണ്. ഉം. അപ്പോൾ ഏതാണ്ട് ഭൂരിപക്ഷം എന്ന് പറയുന്നത് 8,310 വോട്ടിൽ ജ്യോതികുമാർ ചാമക്കാല ജയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ വോട്ട് എത്രയാണ് എന്നുള്ളതാണ്. ബി ജെ പിയുടെ വോട്ട് 7,031 7,031 ബി ജെ പിക്ക് വോട്ട് പത്തനാപുരത്ത് കിട്ടിയിട്ട്. കഴിഞ്ഞ തവണ ബി ജെ പിക്ക് എത്ര വോട്ടായിരുന്നു എന്നറിയാമോ? കഴിഞ്ഞ എത്രയാണ്? തവണ ബി ജെ പിക്ക് 12,700 വോട്ടുകൾ അന്ന് കഴിഞ്ഞ 2021 പത്തനാപുരത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഉം. അതായത് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് കൂടുതൽ വോട്ടുകൾ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവർ ചെയ്തു എന്നുള്ളതാണ്. അതിന് കാരണം എന്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് അനിൽകുമാർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ നല്ല കാൻഡിഡേറ്റ് ആണ്, യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. പക്ഷേ അവിടുത്തെ സാധ്യത ജ്യോതികുമാറിലേക്ക് കൂടാൻ കാരണം ഗണേഷ് കുമാറിൻ്റെ പ്രസിദ്ധ പറഞ്ഞ പോലെ അവസാനമുണ്ടായിട്ടുള്ള ഈ സ്ത്രീ വിഷയ വിവാദം അത് ഒന്ന്. രണ്ടാമത്തെ വിഷയം ഏതെന്നറിയാമോ? ഗണേഷ് കുമാർ നല്ല പാരമ്പര്യമുള്ള ഒരു ഹിന്ദു നായർ കുടുംബത്തിൽ ജനിച്ച ആളാണ്. ആ ആൾ എന്താണ് ചെയ്തത്? അയാളുടെ അച്ഛൻ്റെ പാരമ്പര്യം മറന്നു. അയാളുടെ അച്ഛൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഉം. പറഞ്ഞ ഡയലോഗ് അറിയാമല്ലോ, അപ്പോൾ അതെ. നമ്മളത് ആവർത്തിക്കുന്നില്ല. അതെ. അത് അച്ഛനും മകനും തമ്മിലുള്ള വിഷയം. പക്ഷേ ആ പാരമ്പര്യം മറന്നു, ഹിന്ദു പാരമ്പര്യം മറന്നു, ആ പറയുന്ന അയാളുടെ നായർ എന്ന് പറയുന്ന കുലത്തിൻ്റെ പാരമ്പര്യം മറന്നു. ഇതെല്ലാം മറന്നുകൊണ്ട് ഇയാൾ എന്താ ചെയ്തത്? ഏതോ ഒരു പാസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് ഞാൻ ക്രിസ്ത്യാനിയാണ് ഇല്ലെങ്കിൽ ഞാൻ ഇവാഞ്ചലിസ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഒരു സാധാരണഗതി ധിക്കാരത്തിന്റെ സ്വരം കൂടി ഉണ്ടായിരുന്നു. ധിക്കാരം കാരണം മാത്രമല്ല ഇയാൾക്ക് കുറച്ചു നാളുകൾക്ക് മുമ്പ് ആ ഇതിന് മുമ്പത്തെ ഇലക്ഷന് മുമ്പും ഇത്തരത്തിലുള്ള പാതയിലൂടെ തന്നെയായിരുന്നു ഗണേഷ് കുമാർ പിന്തുടർന്നു അല്ല, ഇത് വന്നത്. ഇലക്ഷന് വേണ്ടിയിട്ടുള്ള ഗിമ്മിക്ക് ആയിരുന്നില്ല. ഇലക്ഷന് വേണ്ടിയിട്ട് അതെ. ശിവൻകുട്ടി പോയിട്ടുണ്ട്, പാസ്റ്റർ കൈ വെച്ച് തലയിൽ കൈ അതല്ല വെച്ച് അനുഗ്രഹിച്ചിട്ടൊക്കെ ഉണ്ട്. അതല്ല 2021 ആ ഇതേ പാത പിന്തുടർന്നിരുന്നു ഗണേഷ് അതെ. കുമാർ. അപ്പോൾ ഗണേഷ് കുമാർ വിചാരിച്ചത് ഈ പറയുന്ന കാര്യം, അതായത് ഒരു ക്രിപ്റ്റോ ക്രിസ്ത്യനായിട്ട് പിന്തുടർന്നുകൊണ്ട് എല്ലാ കാലവും വോട്ട് വാങ്ങാം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. ഈ ഒരു വിഭാഗത്തിന്റെ പൂർണ്ണമായിട്ടും എനിക്ക് കിട്ടും, ഹിന്ദുക്കൾ സ്വാഭാവികമായിട്ടും LDFന് വോട്ട് ചെയ്യുമല്ലോ എന്നുള്ള ഒരു ധാരണയുണ്ടായിരുന്നു. അത് പോയി. അതെ, അത് നശിച്ചു. കാരണം ഇയാളുടെ പാരമ്പര്യം മറന്നു. ഇയാൾ വ്യാജനാകുമ്പോഴത്തേക്കും വ്യാജനെ ആരും സ്വീകരിക്കില്ല. അപ്പോൾ ഇവിടെ ഏതാണ്ട് ബി ജെ പിക്ക് വന്നിട്ടുള്ള ഒരു 7,000-ഓളം വോട്ടിൻ്റെ കുറവുണ്ട്. ആ കുറവ് എന്ന് പറഞ്ഞാൽ ഗണേഷ് ജയിക്കരുത് എന്നുള്ളത് കൊണ്ട്. അതായത് ഭൂരിപക്ഷം എത്രയാണ്? 8,310. അതെ. 7,000 ആ ഭൂരിപക്ഷം ബി ജെ പിക്ക് ലഭിക്കേണ്ട വോട്ട് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് ലഭിച്ചത് കൊണ്ടാണ് ഗണേഷ് തോറ്റ. അവിടുത്തെ ജനങ്ങൾ മനഃപൂർവ്വം തോപ്പിച്ചത്. മനഃപൂർവ്വം ഇവൻ ജയിക്കരുത്,
ഇങ്ങനെ ഒരുത്തൻ വേണ്ട ഇവിടെ, ഞങ്ങൾക്ക് MLA ആയിട്ട് വേണ്ട, ഇത്ര അഭിനയിക്കുന്ന കപടനായ വ്യാജനായ ഒരുത്തൻ ഇവിടെ വേണ്ട എന്നുള്ള ജനങ്ങളുടെ തീരുമാനമായിരുന്നു എന്നുള്ളത്. പിന്നെ ഇത് ഒരു കാര്യവും കൂടെ, എവിടെയെങ്കിലും കേരള കോൺഗ്രസ് ആണല്ലോ ബി എന്നാണെങ്കിലും LDFിലാണെങ്കിലും മറ്റേത് കേരള കോൺഗ്രസ് കേരള കോൺഗ്രസ് എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ തിരിച്ചു വന്നിട്ടുണ്ടോ? തിരിച്ചു വരാൻ വലിയ പാടാണ്. കേരള കോൺഗ്രസ് പരാജയപ്പെട്ടാൽ തിരിച്ചു വരാൻ പാടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, കേരള കോൺഗ്രസുകളുടെ എല്ലാം പാരമ്പര്യം എന്ന് പറയുന്നത് കോൺഗ്രസിൽ നിന്നുള്ള പാരമ്പര്യമാണ്. അതൊന്നാം ഘട്ടം. രണ്ടാമത്, ഈ കോൺഗ്രസ് പാരമ്പര്യം എന്നുള്ളത് മാത്രമല്ല, ഇവർക്ക് എപ്പോഴും ഒരു ഇടത് വിരുദ്ധത എപ്പോഴും ഉണ്ടായിരിക്കും. ആ വിരുദ്ധതയും ഗണേഷ് മറന്നു, കഴിഞ്ഞ തവണ ഈ തവണയൊക്കെ മറന്നു. എന്നാലോ അതുമാത്രമല്ല, ഈ കേരള കോൺഗ്രസ് എവിടെയെങ്കിലും ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല. അത് ഈ പറയുന്ന ജോസ് കെ മാണിയുടെ കാര്യത്തിനകത്ത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടു. NCP അംഗീകരിച്ച ജനങ്ങൾക്ക് ജോസ് കെ മാണി അംഗീകരിക്കാൻ കഴിയില്ല. ഒന്ന്, ഇടതുപക്ഷ വിരുദ്ധത. രണ്ട്, ഈ പത്തനാപുരം എന്ന് പറയുന്ന മേഖലയിലുള്ള പൊതുവിലുണ്ടായിരുന്ന ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു കേരള കോൺഗ്രസ് ബിക്കും NSSുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐക്യത്തിൻ്റെ, ഗണേഷ് കുമാറിൻ്റെ അച്ഛനോടുള്ള ഒരു ബന്ധത്തിൻ്റെയൊക്കെ. പക്ഷേ അതെല്ലാം പോയി. ഇനി ഉറപ്പിച്ച് പറയാം, അടുത്ത തവണയും ഗണേഷ് ജയിക്കില്ല. ഗണേഷിന് എത്രയൊക്കെ മണ്ഡലത്തിൽ ഇറങ്ങി പ്രവർത്തിച്ചാലും ഗണേഷിന് ജയിക്കില്ല. ഗണേഷിൻ്റെ രാഷ്ട്രീയ ഭാവി അസ്തമിച്ചു എന്ന് ഏതാണ്ട് ഉറപ്പിച്ച് പറയാം. ഇനി ശിഷ്ടകാലം സിനിമയും ആനയും ബസ്സും ഒക്കെ ആയിട്ട് അങ്ങ് പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ നിന്ന് നാണം കെടേണ്ടി വരും, അതിൽ യാതൊരു സംശയവുമില്ല. ഇല്ലെങ്കിൽ അച്ഛൻ പണ്ടിരുന്ന പോലെ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ ആവാൻ ഒരു പക്ഷേ ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കുമായിരിക്കും. നല്ല കട്ടി അറിഞ്ഞാണുണ്ടെങ്കിൽ വിട്ട് കഴിഞ്ഞാൽ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പണ്ട് നടന്ന കഥകളാണ് ഇതൊക്കെ. ഒക്കെ പത്തനാപുരത്തുകാർക്ക് അറിയാവുന്നതുമാണ്. ശരി, ഏതായാലും ഈ പറയുന്ന ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിച്ചിരിക്കുന്നു. ഇനി ഗണേഷ് കുമാർ ഒരു കാരണവശാലും ഇലക്ഷന് ജയിച്ച് അധികാരത്തിലെത്താൻ പോകുന്നില്ല. ഗണേഷ് കുമാർ എന്ന് പറയുന്ന മനുഷ്യൻ്റെ, ഈ പറയുന്ന കേരള കോൺഗ്രസ് ബിയുടെയും ഏതാണ്ട് അസ്തമയമാണ്. ഒരേ സമയത്ത് ഈ പറയുന്ന കേരള കോൺഗ്രസ് എമ്മിൽ ഒരു MLA പോലും ഇല്ലാതെ കേരള കോൺഗ്രസ് എം അവസാനിച്ചതുപോലെ കേരള കോൺഗ്രസ് ബിയും ഒപ്പം പോകുന്നു എന്നുള്ളതാണ്. ഇനി ജോസഫ് ഗ്രൂപ്പാണ് അല്പമെങ്കിലും ബാക്കിയുള്ള. ആ ജോസഫ് ഗ്രൂപ്പും അധികകാലമൊന്നും ഉണ്ടാവില്ല. കാരണം ഇന്ന് 3 സീറ്റുള്ള BJP നാളെ 30 സീറ്റ് കടന്ന് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ട് മാറാൻ പോകുന്ന കാലഘട്ടത്തിൽ അത് ഈ പറയുന്ന കേരള കോൺഗ്രസുകൾക്കൊന്നും വലിയ ഭാവി ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും അതിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. മാർത്തോമ, യാക്കോബൈറ്റ്, സുറിയാനി, മലങ്കര അടക്കമുള്ള സഭകൾക്ക് ഈ ഗണേഷ് കുമാറിനോട് ദേഷ്യമായി. കാരണം അവരൊരിക്കലും തങ്ങൾക്കൊപ്പം കൂട്ടാത്ത, അവരെ എല്ലാ കാലവും തള്ളിപ്പറയുന്ന ഒരു പാസ്റ്ററുടെ അടുത്തേക്ക്, ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിഭാഗത്തിനടുത്തേക്കാണ് ഇയാൾ പോയത്. എന്താ ക്രിസ്ത്യാനികളോട് സ്നേഹമാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ഉണ്ടല്ലോ, നമുക്ക് അവിടെ പോകാമല്ലോ. ഇല്ലെങ്കിൽ വേണ്ട, ഇവിടെ കല്ലൂർ പള്ളി ഉണ്ടല്ലോ, നമ്മൾ അവിടെ പോകാറുണ്ട്, ഞാനും പോകാറില്ല, എല്ലാവരും പോകാറുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള നമുക്ക് ആ ഒരു വിശ്വാസമോ സ്നേഹമോ മതേതര മൂല്യമോ ഒക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി. അത് മതേതര മൂല്യമല്ല. ഒരിക്കൽ ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്, ഈ പാസ്റ്ററുടെ വിളി വരുന്നത് ഗണേഷ് കുമാർ വളരെ തകർന്നടിഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ്. എന്നിട്ട് സമാശ്വസിപ്പിച്ചത്, ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി കൊടുത്തത് ഒക്കെ ഇവരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ഇപ്പുറത്തേക്ക് മതേതരനാവാനായിട്ട് പോകാൻ പറ്റും? അപ്പൊ അതാണ്. അപ്പൊ ഒരു വ്യാജം പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് എന്തോ, ഒന്നുകിൽ സാമ്പത്തിക ലാഭം, ഇല്ലെങ്കിൽ മറ്റെന്തോ കാര്യങ്ങൾ, ഇല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടി, അതുമല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവാത്ത, വെളിയിൽ പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെന്താണെന്നറിയില്ല. അപ്പോൾ ഈ വിഭാഗങ്ങൾക്കടക്കം പ്രബല ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെല്ലാം ഗണേശനോടുള്ള ഒരു വിരോധവും വിയോജിപ്പും കൂടി ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിക്കും. ഗണേഷ് കുമാർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, ഇല്ലെങ്കിൽ കേരള കോൺഗ്രസ് ബിയുടെ ഭാവി കൂടി ഗണേഷ് നശിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇനി അങ്ങോട്ട് ആ പാർട്ടിക്കൊരു രക്ഷ ഉണ്ടാകില്ല. കേരള കോൺഗ്രസ് എം പോലെ അതും ഏതാണ്ട് തകരുന്ന അവസ്ഥയിലാണ്. അല്ലെങ്കിൽ UDFിലെങ്ങാനും പോയിട്ട്, LDF വിട്ട് UDFിൽ പോയിട്ട് ഒരു പക്ഷേ ഗണേഷ് എന്തെങ്കിലും രക്ഷപ്പെട്ടാൽ, അടുത്ത ഇലക്ഷൻ അങ്ങനെ രക്ഷപ്പെട്ടാലായി. എന്തായാലും ഇടതുപക്ഷത്ത് നിന്നുകൊണ്ട് കേരള കോൺഗ്രസ് ബിക്കും കേരള കോൺഗ്രസ് എമ്മിനും ഈ ഗണേഷ് കുമാറിനും ജോസ് കെ മാണിക്കും ഒന്നും ഇനി ഭാവി ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. അത് തന്നെ സംഭവിക്കുകയുള്ളൂ, അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അത് കാത്തിരുന്ന് കാണാവുന്നതാണ്.